മാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ദീപുവിൻ്റെ വയസ്സ് 15, രാധികയുടെ വയസ്സ് 8. 15, 8, 23. ഇപ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്ര? 23. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലാണ് 35 ആവുക എന്നറിയാൻ വേണ്ടി 35 നിന്ന് 23 കുറയ്ക്കുക. അതായത് 35 നിന്ന് 23 കുറയ്ക്കുമ്പോൾ 12 കിട്ടും. അപ്പോൾ 6 + 6 ആണ് 12. അപ്പോൾ രണ്ടുപേരുടെയും 6 വയസ്സ് വീതം 6 വർഷം കഴിയുമ്പോഴാണ് 6 കൂടുന്നത്. അപ്പോൾ 6 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇപ്പോൾ ദീപുവിന് 15 വയസ്സും രാധികയ്ക്ക് 8 വയസ്സും ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ദീപുവിന് 15 വയസ്സ്, രാധികയ്ക്ക് 8 വയസ്സ്. ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക എത്ര? 15, 8, 23. അപ്പോൾ 35 എത്ര വർഷം കഴിഞ്ഞാലാണെന്നറിയാൻ 35 നിന്ന് 23 കുറയ്ക്കുമ്പോൾ 12 വരും. അപ്പോൾ എത്ര വീതം കൂടും? 6ഉം 6. 6 വയസ്സ് ദീപുവിനും കൂടും, 6 വയസ്സ് രാധികയ്ക്കും കൂടും. അപ്പോൾ 6 വർഷം കഴിയുമ്പോഴാണ് വയസ്സുകളുടെ തുക 35 ആവുന്നത്. ഈ 35 നിന്ന് ഇപ്പോഴുള്ള തുക കുറച്ചാൽ അവരുടെ എത്ര വർഷം കഴിയുമ്പോഴാണ് അവരുടെ വയസ്സുകളുടെ തുക 35 ആകുമെന്നറിയാം. 35 നിന്ന് 23 കുറയ്ക്കുക 12. അതായത് 6 വയസ്സ് ദീപുവിനും കൂടും, 6 വയസ്സ് രാധികയ്ക്കും കൂടും. അതായത് 6 വർഷം കഴിഞ്ഞ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അച്ഛൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് തമ്മിലുള്ള അംശം 7:2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 7x മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 2x ആണ്. അച്ഛൻ്റെ വയസ്സ് 7x മകൻ്റെ വയസ്സ് 2x ആണ്. ഇപ്പോഴത്തെ അംശം 7:2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് അച്ഛൻ്റെ 7x, മകൻ്റെ 2x. ഇനി 15 വർഷം കഴിയുമ്പോൾ ഒരു ബന്ധം തന്നിട്ടുണ്ട് 7x. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 15 കൂടെ കൂടും. 7xൻ്റെ കൂടെ 15. മകൻ്റെ വയസ്സും 15 കൂടും. 15 വർഷങ്ങൾക്ക് ശേഷം പുതിയ അംശബന്ധം തന്നിട്ടുണ്ട്. 7x + 15 ആകും അച്ഛൻ്റെ വയസ്സ്, 2x + 15 ആകും മകൻ്റെ വയസ്സ്. രണ്ടും 15 വീതം കൂടും. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അംശബന്ധം 7:2 ആണെങ്കിൽ ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സ് 7x മകൻ്റെ വയസ്സ് 2x. 15 വർഷത്തിന് ശേഷം 7x + 15, മകൻ്റെ വയസ്സ് 2x + 15. അത് അറിയാവുന്നവർക്ക് നേരിട്ടങ്ങ് എഴുതാം. അത് എത്ര തന്നിട്ടുണ്ട്? പുതിയ അംശബന്ധം 2:1. അപ്പോൾ അംശബന്ധത്തിൻ്റെ നിയമപ്രകാരം A:B = C:D ആയാൽ വിച്ച് ഇംപ്ലൈസ് A/B = C/D. 2 അംശബന്ധങ്ങൾ തുല്യമായ നമുക്കിങ്ങനെ എഴുതാം. അതുപോലെ ഇവിടെ 2 അംശബന്ധങ്ങൾ തുല്യമാണ്. 7x + 15 2x + 15 2:1. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. 7x ഈ നിയമം അനുസരിച്ച് +15 ÷ 2x + 15 2/1. ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇംപ്ലൈസ് 1 ഇത് ക്രോസ് മൾട്ടിപ്ലൈ 1 × 7x + 15 2 ഇതിങ്ങോട്ടും 2x + 15. 1 × 7x + 15 എന്ന് പറയാം 7x + 15 തന്നെ. 2 × 2x + 15 എന്ന് പറയാം 2 × 2x 4x + 2 × 15 30. അതായത് x രണ്ടും ഒരു സൈഡിൽ കൊണ്ടുപോവാം. 7x - 4x 30. സംഖ്യ ഒരു സൈഡിലാക്കി. ഈ 15 ഇപ്പുറം വരുമ്പോൾ -15. 7x 4x പോകെ 3x. 3xൻ്റെ വില 30 നിന്ന് 15 ആകും 15 കിട്ടും. 3xൻ്റെ വില 15. അങ്ങനെയാണ് എക്സിൻ്റെ വില കാണാൻ കൂടെ കിടക്കുന്ന 3 കൊണ്ട് ഹരിക്കുക. 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 7x. എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. 7 × 5 35 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൂടി പറയാം. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അംശബന്ധം 7:2 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അംശബന്ധം 7:2 എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് 7x മകൻ്റെ വയസ്സ് 2x ആണ്. ഈ 15 വർഷത്തിന് ശേഷം അംശബന്ധം മാറ്റം വരുന്നുണ്ട്. അതായത് 15 വർഷത്തിന് ശേഷം അച്ഛൻ എത്ര വയസ്സാകും? 7x + 15 വയസ്സ് കൂടെ കൂടും. മകനോ 2x + 15. മകനും 15 വയസ്സ് കൂടും, അച്ഛനും 15 വയസ്സ് കൂടും. അപ്പോൾ അന്നേരം റേഷ്യോ എത്ര ആകും തന്നിട്ടുണ്ട്? പുതിയ അംശബന്ധം 15 വർഷങ്ങൾക്ക് ശേഷം വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം. അതായത് അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സും തമ്മിലുള്ള അംശബന്ധം 2:1 ആകുമെന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് A/B സമം C/D, രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ A/B സമം C/D എന്ന് എഴുതാം. അതുപോലെ ഇവിടെ രണ്ട് അംശബന്ധങ്ങളാണ് 7x+15 2x+15 എന്ന് പറയുന്ന പുതിയ അംശബന്ധം 2:1 15 വർഷങ്ങൾക്ക് ശേഷം. അതായത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ നിയമം അനുസരിച്ച് എങ്ങനെ എഴുതാം? 7x+15 ഡിവൈഡഡ് ബൈ 2x+15 സമം 2/1. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 7x+15 ഇൻറ്റു 1 സമം 2x+15 ഇൻറ്റു 2. 7x+15 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 7x+15 സമം 2 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കണം. 2x ഇൻറ്റു 2 4x പ്ലസ് 15 ഇൻറ്റു 2 30. ഇനി x രണ്ടും ഒരു സൈഡിൽ 7x ഈ 4x ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -4x സമം സംഖ്യ ഒരു സൈഡിൽ കൊണ്ടുപോകും. ഇവിടെ ഒരു 30 ഉണ്ട്. ഈ പോസിറ്റീവ് 15 റൈറ്റ് സൈഡിൽ വരുമ്പോൾ -15 സൈൻ ഓപ്പോസിറ്റ് ആവും. 7x 4x പോകെ 3x ചെയ്യുമ്പോൾ സമം 30 15 പോകെ 15. 3xൻ്റെ വില 15 ആണ്. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ കൂടെ കിടക്കുന്ന 3 വെച്ച് ഹരിക്കുക 5 കിട്ടും. 15നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 5 കിട്ടും. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 7x ആണ്. എക്സിൻ്റെ വില നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 7 ഗുണം 5 സമം 35. ഓപ്ഷൻ സി ആണ് ഉത്തരം. രാജുവിൻ്റെ അമ്മയുടെ സഹോദരനാണ് വനജയുടെ മകൻ. രാജുവിൻ്റെ അമ്മയുടെ സഹോദരനും വനജയുടെ മകനും ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ രാജുവും വനജയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ രാജുവിൻ്റെ അമ്മയുടെ അമ്മയാണ് വനജ. അതായത് വനജയുടെ ചെറുമകനാണ് രാജു. ഓപ്ഷൻ സി വരും. രാജുവിൻ്റെ അമ്മയുടെ സഹോദരനാണ് അമ്മയുടെ സഹോദരനാണ് വനജയുടെ മകൻ. അതായത് രണ്ടും ഒരാളാണ്, വനജയുടെ മകൻ. അപ്പോൾ വനജയും രാജുവും തമ്മിലുള്ള ബന്ധം എന്തുവാ? രാജുവിൻ്റെ അമ്മയുടെ അമ്മ ആണ് വനജ. അതായത് വനജ രാജുവായിട്ടുള്ള ബന്ധം എന്താണ്? രാജുവിന് വനജയായിട്ടുള്ള ബന്ധമാണ് വനജയുടെ ചെറുമകൻ അമ്മമ്മ അല്ലെങ്കിൽ ചെറുമകനാണ് രാജു. ഓപ്ഷൻ സി ആണ്. തന്നിട്ടുണ്ട്, എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, ആരുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം. മധുവിൻ്റെ വയസ്സ് 3 തന്നിട്ടുണ്ട്. അത് ആദ്യം എഴുതുക. ഇനി മധുവിൻ്റെ വയസ്സുമായിട്ട് രാമുവിൻ്റെ വയസ്സ് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. രാമുവിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടി. അതായത് മധുവിൻ്റെ വയസ്സ് ഇൻറ്റു 2. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. തന്നിട്ടുണ്ട്. മധുവിൻ്റെ വയസ്സ് എത്ര? മധുവിൻ്റെ വയസ്സ് നമുക്കിവിടെ വില കൊടുക്കാം. 3 ഗുണം 2. മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടി എന്ന് പറയും 3 ഗുണം 2 പ്ലസ് 1 സമം 6 പ്ലസ് 1. നമുക്ക് രാമുവിൻ്റെ വയസ്സ് കിട്ടി 7 കിട്ടി. ഇനി രാമുവിൻ്റെ വയസ്സുമായിട്ട് കണ്ണൻ്റെ വയസ്സ് ബന്ധപ്പെടുത്തി പറഞ്ഞു. കണ്ണൻ്റെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. അതായത് കണ്ണൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയേക്കാൾ 2 കുറവ്. രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 6 ഗുണം 4. രാമുവിൻ്റെ വയസ്സ് ഗുണം 4. അതിനേക്കാൾ 2 കുറവെന്ന് പറയുമ്പോൾ -2. 2 കൂടുതലെന്ന് പറഞ്ഞാൽ 2 കൂട്ടുക. 2 കുറവെന്ന് പറഞ്ഞാൽ -2. അതായത് രാമുവിൻ്റെ വയസ്സ് എത്ര നമ്മളിവിടെ കണ്ടുപിടിച്ചു. 7 ഗുണം 4 -2 28 -2. ഈ ഗുണിക്കുന്ന ഒന്ന് ചെയ്യണം. ബോഡ് മാസ് നിയമം അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്യാം. 28 -2 സമം 26. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി കൂടി പറയാം. ഇവിടെ ചോദ്യത്തിൽ മധുവിൻ്റെ വയസ്സ് തന്നിട്ടുണ്ട്. മധുവിൻ്റെ വയസ്സ് 3 തന്നിട്ടുണ്ട്. മധുവിൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി രാമുവിൻ്റെ വയസ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടി. മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടി എന്ന് പറയാൻ മധുവിൻ്റെ വയസ്സ് ഗുണം 2. അതിനോടുകൂടി 1 കൂട്ടിയാൽ മതി. മധുവിൻ്റെ വയസ്സ് എത്ര തന്നിട്ടുണ്ട്? 3 ഗുണം 2 പ്ലസ് 1. അതായത് ഗുണിക്കുന്ന ഒന്ന് ചെയ്യണം. 6 പ്ലസ് 1 സമം 7. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് കിട്ടി നമുക്ക് 7. ഇനി കണ്ണൻ്റെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. കണ്ണൻ്റെ വയസ്സിൻ്റെ ബന്ധം നോക്കാം. രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി. രാമുവിൻ്റെ വയസ്സ് ഗുണം 4 -2 കുറവെന്ന് പറയുന്നത് -2. 2 കൂടുതലെന്നാണ് പറഞ്ഞെങ്കിൽ +2 വന്നതിന്. ഇവിടെ 2 കുറവ് പറയുമ്പോൾ -2. രാമുവിൻ്റെ വയസ്സ് എത്ര കണ്ടുവച്ചിട്ടുണ്ട് നമ്മളിവിടെ? 7 ഗുണം 4 -2 സമം 28 -2 സമം 26. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ മധുവിൻ്റെ വയസ്സ് തന്നിട്ടുണ്ട് 3.
രാമുവിൻ്റെ വയസ്സെന്ന് പറയാം മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടുന്നു. മധുവിൻ്റെ വയസ്സ് 3. 1 സമം 6 + 1 സമം 7. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് നമുക്ക് കിട്ടി. രാമുവിൻ്റെ വയസ്സ് എത്ര? 7. ഇനി കണ്ണൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുന്നത്. ആ ബന്ധം എന്തുവാന്ന് നോക്കാം. കണ്ണൻ്റെ വയസ്സ് സമം രാമുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി, അതായത് രാമുവിൻ്റെ വയസ്സ് ഗുണം 4, അതിൽ നിന്ന് 2 കുറയ്ക്കുക, അതായത് -2. രാമുവിൻ്റെ വയസ്സ് നമ്മളിവിടെ കണ്ടുവച്ചു. 7 ഗുണം 4 -2 28. ഗുണിക്കുന്നതൊന്ന് ചെയ്യണം. -2 സമം 26 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1:108 ഈസ് ഇക്വലൻ്റ് ടു ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളിടത്ത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അത് പൂരിപ്പിക്കണം. ഇതേ ബന്ധം വേണം ഇവിടെ വരാൻ. നമുക്ക് 108നെ നമുക്ക് 3³ 4 എഴുതാം. അതായത് 3:3³ 4. അതുപോലെ 500നെ നമുക്ക് 5³ 4 എഴുതാം. 5³ 4. അപ്പോൾ 500 ഇവിടെ എത്രയാണ്? 5³ 4 ഈസ് ഇക്വലൻ്റ് ടു ഇതേ ബന്ധം വേണം റൈറ്റ് സൈഡിലും വരാൻ. അതായത് 3:3³ 4. ഇവിടെ 5³ 4 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 5:5³ 4. ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ളടത്ത് 5 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമുക്ക് 108നെ 108 എന്ന് പറയുന്നത് 3³ 4 ആണ്. നമുക്ക് 108നെ എങ്ങനെ എഴുതാം? ഇവിടെ 3 ഉള്ളത്. 108നെ 3³ 4 എഴുതാം. അതുപോലെ 500നെ നമുക്ക് 5³ 4 എഴുതാം. ഇവിടെ 500ന് പകരം എന്താണ്? 5³ 4. ഇവിടെ 3:3³ 4. അപ്പോൾ ഇവിടെ 5³ ആയതുകൊണ്ട് 5:5³ 4 ഈസ് ഇക്വലൻ്റ് ടു ഇതേ ബന്ധമാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളിടത്ത് എന്താ വരും? 5. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അരുണിൻ്റെ അച്ഛൻ രമയും തമ്മിലാണ് പറഞ്ഞേക്കുന്നത്. രമയുടെ സഹോദരനാണ് അരുണിൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ സഹോദരിയാണ് ഇങ്ങോട്ട് വരുന്ന ബന്ധം വരുമ്പോഴോ സഹോദര ബന്ധമാണ്. അപ്പോൾ അരുണിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് രമ. രമ എന്ന് പറയുന്നത് ആരാണ്? അരുണിൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അമ്മായി. അച്ഛൻ്റെ സഹോദരിയായിട്ട് വരും. അതായത് അരുണിൻ്റെ അച്ഛനും രമയും തമ്മിൽ പരസ്പരം സഹോദരന്മാരാണ്. അപ്പോൾ അരുണും രമയും തമ്മിലുള്ള ബന്ധം എന്നാണ് അച്ഛൻ്റെ സഹോദരി, അതായത് അമ്മായി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ ബ്ലഡ് റിലേഷൻസിൻ്റെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. ബ്ലഡ് റിലേഷൻസിൻ്റെ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. ഇവിടെ അരുണിൻ്റെ അച്ഛൻ രമ, ഇത്രയും പേരുടെ ബന്ധമാണ്. അച്ഛൻ രമ, അരുണിൻ്റെ രമയുടെ സഹോദരനാണ് അരുണിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രമയുടെ ബ്രദറാണ്, തിരിച്ചിങ്ങോട്ട് ഫാദറിൻ്റെ സഹോദരി, സിസ്റ്ററാണ്. അതായത് അരുണുമായിട്ടുള്ള ബന്ധം എന്തുവാ? അരുണിൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അമ്മായി. ഓപ്ഷൻ എ ആണ് ഉത്തരം. അച്ഛൻ്റെ സഹോദരി അമ്മായി. ഓപ്ഷൻ എ. ഒറ്റാനെ കണ്ടെത്തുക. അതായത് ഏതൊക്കെയാണ്? 13, 17, 23, 27. ഇവിടെ 27 ഒറ്റയാൻ. ഇതൊരു ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്. 27 ഒഴിച്ച് ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്. 13, 17, 23 പ്രൈം നമ്പർ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 13-ന് 1ഉം 13ഉം മാത്രമേ ഘടകങ്ങൾ കാണൂ. 17-നും അങ്ങനെയാണ്. ഘടകങ്ങൾ 1ഉം 17ഉം 2 സംഖ്യകളെ ഘടകങ്ങളാണ്. 1ഉം ആ സംഖ്യ മാത്രം. 23ഉം അതുപോലെ തന്നെ 1, 23. 27-ന് അങ്ങനെയല്ല. 1, 3, 9, 27 4 ഘടകങ്ങളുണ്ട്. അത് ഭാജ്യസംഖ്യയാണ്. ഇവിടെ 27 ഉത്തരം. ഇവിടെ 13ഉം 17ഉം 23. 27 ഒഴിച്ച് ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. 13ൻ്റെ ഘടകങ്ങൾ 1ഉം 13, 17ൻ്റെ ഘടകങ്ങൾ 1ഉം 17. സംഖ്യയും 1ഉം മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ്, അഭാജ്യസംഖ്യകൾ, വേറെ ഘടകങ്ങളില്ല. അതേസമയം 27 അങ്ങനെയല്ല. 1, 3, 9, 27 ഇത്രയും ഘടകങ്ങളുണ്ട്. 2-ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയാണ്. ഇവിടെ 27 ഉത്തരം. ഒറ്റയാനെ കണ്ടെത്തുക. 19, 9, 51, 73, 99, 201, 243. ഇവിടെ 9 ഉത്തരം. ഇത് മാത്രം ഒരു പൂർണ്ണവർഗമാണ്. 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ്. ബാക്കിയൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗമല്ല. അതുകൊണ്ട് ഇവിടെ 9 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തുടർന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ധാരാളം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫ്രീ മാത്സിൽ
ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് മെത്തേഡ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മാസം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്